ഇതിനുവേണ്ടി ഗൂഢാലോചനയുണ്ട് അതേ അവിടെ പോയതിൽ എന്നാണ് പോലീസും സർക്കാരും പറയുന്നത്. എന്താണ് സംഭവിച്ചത്? യാതൊരു ഗൂഢാലോചനയില്ല. വിദ്യാഭ്യാസ കാലം മുതലേ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രകൃതമുള്ള ആളാണ് അദ്ദേഹം. തന്നെയല്ല അവന് അമ്മ വഴി എൻ്റെ അമ്മാവനും എൻ്റെ അച്ഛനും അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മഹാത്മജിയുടെ പ്രോത്സാഹനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു സയൻറ്റിസ്റ്റാണ്, റബ്ബർ സയൻറ്റിസ്റ്റ്. എങ്കിൽ പോലും ഞാൻ എൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നാട്ടുകാർക്ക് അതുവഴി ഗുണം ചെയ്യാൻ വേണ്ടി ആ കണ്ടുപിടുത്തം കൃഷിക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു ഒറ്റയാൾ പോരാട്ടം, ഭൗതിക മേഖലയിലുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം എത്തിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാ വഴിയിലും കൂടി സ്വാതന്ത്ര്യ സമരത്തിലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിലും മാത്രം പാരമ്പര്യമുള്ള എൻ്റെ മകനെ അതുപോലെ ഈ ആയുഷ്കാലം യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ ഒഫൻസോ ഒന്നും ചെയ്യാതെ മുഴുവൻ കാലത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള കണക്ഷൻ വഴിയും എല്ലാ വഴിയിലും PSH അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, IS ഗുലാത്തിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും JNU എന്നാണ് ഫിഷറീസ് എക്കണോമിക്സിൽ MPhil എടുത്തത്. ഇത് അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇപ്പോൾ ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ട് ജനങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന എൻ്റെ മകനെ തീർത്തും ക്രിമിനൽ കുറ്റവാളിയായിട്ടുള്ള ഏതോ ഒരു സ്വാമി എന്ന് പറഞ്ഞ ആളുടെ പേരിലൂടെ ചേർത്ത് അതുപോലൊരു കുറ്റവാളിയാണെന്ന് ചിത്രീകരിച്ച് അവനെ ദുരുദ്ദേശത്തോടുകൂടി കുറ്റവാളിയാക്കി ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. വൈരാഗ്യം തീർക്കാണ് എന്ന് തോന്നുന്നത്. അവിടുത്തെ എല്ലാവരും കേസിലുള്ള അവിടുത്തെ പ്രവർത്തനം, അതുപോലെ മുഖ്യമന്ത്രിയുടെ എല്ലാവിധത്തിലുള്ള ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ കാലവും പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് തീർത്താത്ത വൈരാഗ്യം വന്നിട്ടുണ്ട്. അത് തീർക്കാൻ വേണ്ടിയുള്ള പല ഇതിനു മുമ്പ് നേരത്തെ ഏതൊരു കേസുണ്ടായ കാര്യത്തിലും അവനതുമായിട്ടൊരു ബന്ധമില്ലാഞ്ഞിട്ടും ക്രിമിനൽസുമായിട്ട് കണക്ട് ചെയ്ത് ചിത്രീകരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അത് ഒരു ക്രിമിനൽസായിട്ടും ഇല്ലെന്ന് തന്നെയല്ല, അവരൊരിക്കലും അത് ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ സർവീസ് കാലത്ത് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാങ്കേതികവിദ്യ ജനങ്ങളുടെ ഉപകാരത്തിനായിട്ട് എത്തിച്ചു കൊടുക്കാത്തതുകൊണ്ട് റബ്ബർ ബോർഡിനെതിരെ ഈ ഭൗതിക മേഖലയിലുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന 80 വയസ്സുകാരിയാണ് ഈ അമ്മ ഇപ്പോഴും. അപ്പോൾ എൻ്റെ മകനാണ്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലും അങ്ങനെ പാരമ്പര്യം ഉള്ളവരും ഇതുവരെ ഈ നല്ല പ്രവർത്തനങ്ങൾ ജനകീയ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള ശാസ്ത്ര സാഹിത്യമായിട്ട് പ്രദേശമായിട്ടുള്ള കണക്ഷൻ പലർക്ക് കാസർഗോഡ് നിന്ന് ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം വരെ പകരാട്ടം നടത്തുകയും ഒക്കെ ചെയ്ത അങ്ങനെ എല്ലാം ചെയ്തിട്ടുള്ള അത് ഒരു കാരണവശാലും ഒരു കഴിവായിട്ട് ഒരിക്കലും വന്നിട്ടുണ്ടായില്ല. ഈ കാലത്ത് യാതൊരു ദുരിതോഷമില്ലായിരുന്നു. സാധാരണ പ്രവർത്തിക്കാനുള്ള പോയതല്ലാതെ വളരെ പെട്ടെന്ന് അതിൻ്റെ ആഫീസ് വന്നിട്ട് ജയിലിന് മുമ്പിൽ നിരാകരിക്കാനാണോ ഇപ്പോഴത്തെ? അത് ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് അവനെ ഇനിയും പിടിക്കാനാണ് കൈവച്ച് ഇങ്ങനെ ദുരിതപ്പെടുത്താനാണ് തീരുമാനം എന്ന് ഉറപ്പായാൽ ജയിലിൻ്റെ മുഴുവൻ എവിടെ ആയാലും വിഷ്ണുവിൻ്റെ അമ്മയും ബന്ധുക്കളും വരുന്നു അറിഞ്ഞാണോ അവിടെ പോയത്? നേരത്തെ എൻ്റെ പരിചയമുണ്ട്, പിടിക്കാതെ വെക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. അതിനോട് സർക്കാർ പഠിപ്പിക്കാറുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശമില്ല. അതങ്ങനെ ആകാത്ത ശ്രമം കാണുമ്പോൾ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും അനുഭവിക്കുന്നത് അതുകൊണ്ട് നല്ല വേറെ ഉദ്ദേശമുണ്ട്. എന്നാൽ യാതൊരു ഉദ്ദേശം ഈ സർക്കാർ പറയുന്നത് ഒരു വിവാദ സ്വാമി അടക്കം 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവര് എന്തിനവിടെ വന്നു അവരുടെ കൂടാരത്തിനാണെന്നൊക്കെയാണ് പറയുന്നത്. ആ സ്വാമിയും ഈ KM ഷാജഹാനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തന്നെയല്ല, അതിനുമായിട്ട് യാതൊരു പരിചയം ഒരു കാരണവശാലും അവനായി ആകുകയില്ല. ഒരു മുഴുവൻ ക്രിമിനലായ മനുഷ്യനായിട്ട് KM ഷാജഹാനെ പോലുള്ള ഒരാൾ എന്തിനു ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫിഷറീസ് എക്കണോമിക്സിൽ JNU MPhil എടുത്തു. PhD അംഗപ്പെടുത്തി 70 ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വൈഫ് അതിൻ്റെ പോയി അവർ കൈവശമായി പോയതുകൊണ്ടാണ് അതിൻ്റെ ആ പഠനം അവിടെ നിന്നത്. ഇപ്പോഴും LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് എഴുതാനുള്ള അവകാശം ഇപ്പോഴത്തെ കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അതിൻ്റെ മാറ്റാൻ നടത്തുന്ന ഒരാൾ സ്വാമിയായിട്ട് സ്വാമിയുടെ പേര് പറഞ്ഞാൽ പറയുന്നത് ഒരു തെറ്റാണ്, പറയാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരുപാട് വിരോധി ലാവലിൻ കേസാണ് ഇത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ വിക്ടിമൈസ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. എന്നൊരു കാരണം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണോ, സമരം വേണോ, സത്യാഗ്രഹം വേണോ എന്നുള്ള രീതി തീരുമാനിക്കുള്ളൂ.